+1 അഡ്മിഷന് പോകുമ്പോൾ ഏതു വിഷയം എടുക്കണം എന്നത് ഏവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 3 സ്ട്രീമുകളാണ് പ്രധാനമായുള്ളത്: സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രീമാണ് സയൻസ് സ്ട്രീം. 9 കോമ്പിനേഷനുകളാണ് സയൻസ് സ്ട്രീമിലുള്ളത്. സയൻസ് സ്ട്രീമിലെ 9 കോമ്പിനേഷനുകൾ ഏതൊക്കെയാണ് എന്നതും അതിൻ്റെ സാധ്യതകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സാധ്യതകൾ അടുത്ത വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. 9 കോമ്പിനേഷനുകളാണ് ഇവിടെ സ്ക്രീനിൽ നൽകിയിട്ടുള്ളത്. എല്ലാ കോമ്പിനേഷൻ്റെയും ആദ്യത്തെ 2 വിഷയങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയുമാണ്. അതോടൊപ്പം 3 കോമ്പിനേഷനുകളിൽ ഫിസിക്സിനോടും കെമിസ്ട്രിയോടും ഒപ്പം ബയോളജി കൂടിയുണ്ട്. ഇതിൽ ഒന്നാമത്തെ കോമ്പിനേഷനായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നതാണ് എല്ലാ ആളുകളും അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന്. അതിനോടൊപ്പം ചേർന്ന് വരുന്ന ചില വിഷയങ്ങളാണ് ഹോം സയൻസ്, ജിയോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങൾ. ഓരോന്നിൻ്റെയും സാധ്യതകൾ എന്താണ് എന്നത് വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ആദ്യത്തെ ഈ കോമ്പിനേഷൻ. ഇത് പഠിക്കുന്ന ആളുകൾക്ക് MBBS, BDS, BA, MS, BHMS തുടങ്ങി മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിയാൻ സാധിക്കും. അതോടൊപ്പം എഞ്ചിനീയറിംഗ് പഠനത്തിനും ഇത് ആവശ്യമാണ്. അതുകൂടാതെ ഫാർമസി, ഡേറ്റാ സയൻസ്, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വിഷയം പഠിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവർ കഴിയുന്നതും സയൻസ് വിഷയങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചാൽ, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലുള്ള സാധ്യതകൾ ആണ് മനസ്സിലുള്ളത്, അല്ലെങ്കിൽ അത്തരം ജോലികളിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ സയൻസ് എടുക്കണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ ഒരു കോമ്പിനേഷനാണ് ഹോം സയൻസും കൂടി ചേർന്ന് വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ. അത് പഠിക്കുന്ന ആളുകൾക്കും ഡയറ്റീഷ്യൻ ആകാം, ന്യൂട്രീഷൻ മേഖലയിലേക്ക് തിരിയാൻ സാധിക്കും, നഴ്സിംഗ്, ഫുഡ് ടെക്നോളജി, ഫാഷൻ ഡിസൈനിങ്, ചൈൽഡ് ഡെവലപ്മെന്റ്, സൈക്കോളജി റിലേറ്റഡ് മേഖലകളിലേക്കൊക്കെ ജോലി സാധ്യതകളുള്ള ഡയറ്റീഷ്യൻ, നേഴ്സ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫാഷൻ ഡിസൈനിങ് ടീച്ചർ, ലെക്ചർ തുടങ്ങി ധാരാളം തൊഴിൽ സാധ്യതകൾ ആ മേഖലയ്ക്കും ഉണ്ട്. മൂന്നാമത്തെ ഒരു വിഷയമാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, അതോടൊപ്പം ഹോം സയൻസും കൂടി ചേർന്ന് വരുന്നത്. അതിൻ്റെ സാധ്യതകൾ ഇന്റീരിയർ ഡിസൈനിങ്, ആർക്കിടെക്ചർ റിലേറ്റഡ് കോഴ്സസ് പഠിക്കാൻ സാധിക്കും, ഫുഡ് ടെക്നോളജി പഠിക്കാം, സ്റ്റാറ്റിക്സ് പഠിക്കാൻ സാധിക്കും. അതിൻ്റെ ജോലി സാധ്യതകൾ ന്യൂട്രീഷൻ മേഖലയിൽ പോകാൻ സാധിക്കും, ഡേറ്റ റിലേറ്റഡ് ജോബുകൾ ചെയ്യാൻ സാധിക്കും, ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാം, ഡിസൈനർ ആകാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി ആൻഡ് മാത്തമെറ്റിക്സ്. അത് മൈനിങ് ആൻഡ് ജിയോളജി, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ, ജിയോളജി തുടങ്ങിയ മേഖലകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ജോലി സാധ്യതകൾ എന്നത് ജിയോളജിസ്റ്റ് ആകാം, മൈനിങ് ഓഫീസർ ആകാം, എൻവയോൺമെന്റൽ അനലിസ്റ്റ് ആകാം, പെട്രോളിയം സെക്ടർ മേഖലകളിലേക്കൊക്കെ ധാരാളം ജോലി സാധ്യതകളുണ്ട്. അഞ്ചാമത്തെ ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, അതോടൊപ്പം കമ്പ്യൂട്ടർ സയൻസും കൂടി വരുന്നത്. ഇതിനെയാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനായി പരിഗണിക്കുന്നത്. വളരെയേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്, വളരെയേറെ ഡിമാൻഡുള്ള ഒരു കോമ്പിനേഷനാണിത്. ബിടെക് എഞ്ചിനീയറിംഗ് സാധ്യതകളുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള മേഖലകളിലേക്ക് പോകാം, സൈബർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, റോബോട്ടിക്സ്, അങ്ങനെ അനവധിയായ സാധ്യതകൾ ഈ ഒരു മേഖലയിലുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിലേക്ക്, ഡേറ്റ അനലിസ്റ്റ് പോലുള്ള ജോലികൾക്ക് ഇത് പഠിക്കുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും. ആറാമത്തെ ഒരു കോമ്പിനേഷനാണ് ഇലക്ട്രോണിക്സ് ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് പ്ലസ് ഇലക്ട്രോണിക്സ്. അതിലും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ്, ഹാർഡ്വെയർ തുടങ്ങിയ മേഖലകൾ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയേറെ ജോലി സാധ്യതകളും. ഏഴാമത്തെ ഒന്നാണ് ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ജിയോളജി. ഇവിടെ മാത്സ് ഇല്ല, മാത്സിന് പകരം കമ്പ്യൂട്ടർ സയൻസും ജിയോളജിയുമാണ് വരുന്നത്. അതും GIS ടെക്നോളജി, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, റിമോട്ട് സെൻസിങ്, ജിയോളജിക്കൽ സർവേ തുടങ്ങിയ മേഖലകളിലേക്ക് സാധ്യതകളുള്ളതാണ്. എട്ടാമത്തെ ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് കൂടി വരുന്നത് കൊണ്ട് തന്നെ ഡേറ്റാ സയൻസ്, എക്കണോമിക്സ് അനലിസ്റ്റ്, ബാങ്കിങ് മേഖലകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള മേഖലകൾ തുടങ്ങിയ മേഖലകളിലേക്ക് ജോലി സാധ്യതകളുള്ള ഒരു കോമ്പിനേഷനാണിത്. ഏറ്റവും അവസാനത്തെ ഒന്നാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ്
സൈക്കോളജി. സൈക്കോളജിസ്റ്റ് ആകാം, നഴ്സിംഗ് പോലുള്ള മേഖലകൾ ഉണ്ട്, തെറാപ്പിസ്റ്റ് ആകാം, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, കൗൺസിലിംഗ്, അങ്ങനെയുള്ള ധാരാളം തൊഴിൽ മേഖലകൾ ഇവിടെയും ലഭ്യമാണ്. അപ്പൊ ഇത്രയുമാണ് 9 കോമ്പിനേഷൻസ്. എല്ലാവരും ഇതിൽ ആദ്യത്തെ കോമ്പിനേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ മാർക്ക് കുറച്ച് കുറവുള്ള ആളുകൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അതിന്റെ കാരണം എല്ലാ ആളുകളും സയൻസ് തന്നെ വെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ, എഞ്ചിനീയറിംഗ് ഈ 2 മേഖലകളിലും ഇവിടെ പറഞ്ഞ ചില പ്രത്യേക തൊഴിൽ സാധ്യതകളിലും പോകാൻ അല്ല ആഗ്രഹമെങ്കിൽ സയൻസ് തന്നെ പഠിക്കണം എന്നൊരു നിർബന്ധം ഇല്ല. അങ്ങനെ വരുമ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞ ആളുകൾക്കും മെഡിക്കൽ ഫീൽഡിലേക്ക്, പ്രത്യേകിച്ച് നഴ്സ് ആവാൻ, ഡോക്ടർ ആവാൻ, അല്ലെങ്കിൽ അതുപോലെ ഉള്ള മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മാർക്ക് കുറഞ്ഞ ആളുകൾക്കും ആ വിഷയങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. നല്ല മാർക്ക് വാങ്ങി പാസ്സായ സിവിൽ സർവീസ് പോലുള്ള മേഖലകൾക്ക് പോകണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ സയൻസ് തന്നെ പഠിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് ഹ്യൂമാനിറ്റീസ് പോലുള്ള വിഷയങ്ങളാണ്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻസും അതിൻ്റെ സാധ്യതകളും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായി കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.